വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പ്രവർത്തകർ തിരൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ജനവിരുദ്ധമാണെന്ന് ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ തോൽവി മുന്നിൽ കണ്ടുള്ള സമരമാണെന്നും അവർ ആരോപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പ്രവർത്തകർ തിരൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം പരാജയമാണെന്ന് ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. UDFന്റെ ഭരണ നേട്ടമായി ഇതിനെ കാണുന്നുവെന്നും അവർ പറഞ്ഞു. LDF നടത്തിയ സമരം തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വരാൻ പോകുന്ന ഇലക്ഷനിൽ അവർക്ക് തോൽവി അവർ ഭയക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഇന്നത്തെ സമരത്തിൻ്റെ പരാജയം. അതായത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എന്ന് കൊട്ടിഘോഷിച്ച് അനൗൺസ്മെന്റ് വരെ നടത്തിയിട്ട് പോലും അതിലേക്ക് വേണ്ട പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല. അവരുടെ ആളുകൾ തന്നെ അതിൽ പങ്കെടുത്തില്ല. ഇനി പങ്കെടുത്ത ആളുകളോ 11 മണിയായപ്പോഴേക്കും ഇതിട്ടേച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സമരം പൊളിഞ്ഞത് നഗരസഭാ ഭരണത്തിൻ്റെ നേട്ടമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. മാത്രമല്ല അവർ ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ നഗരസഭയിലെ തെരുവിളക്കിൻ്റെ പ്രശ്നമാണ്. തെരുവിളക്ക് ഒരാഴ്ച മുന്നേ എഗ്രിമെൻ്റ് വെക്കുകയും അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും താഴെപ്പാലം ഹൈമാസ്റ്റ് ലൈറ്റ് ഇന്ന് നിങ്ങൾ പോയാൽ കാണാം അത് ഫുൾ പണി കഴിച്ച് ഇന്ന് അത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്ത നഗരസഭാ ഭരണ സമിതിക്കെതിരെ അവരിതൊന്നും കാട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർ പ്രതിപക്ഷമല്ലാതായി പോകുന്നുള്ള രീതിയിലാണ്. മുൻ കൗൺസിലിന്റെ തെറ്റായ ചെയ്തികൾ മറച്ചുവെക്കാനാണ് LDF ശ്രമിക്കുന്നതെന്നും ഈ സമരം ആഭാസ സമരമാണെന്നും വൈസ് ചെയർമാൻ P രാമൻകുട്ടി പറഞ്ഞു. തിരൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്നത് ഒരു സമരാഭാസമാണ്. കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ മുൻ കൗൺസിലിൻ്റെ തെറ്റായ ചെയ്തികൾ മറച്ചുവെക്കാനും ഈ കൗൺസിലിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു സമയത്താണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അവരുടെ പാർട്ടിക്കാരുടെ മുന്നിൽ തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം കഴിഞ്ഞ കൗൺസിലിന് നിഷ്ക്രിയത്വം മാത്രമായിരുന്നു തിരൂരിൽ ഉണ്ടായിരുന്നതെങ്കിൽ വളരെ ദിശാബോധമുള്ള വളരെ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലും അതിന് നേതൃപരമായ പങ്കുവഹിക്കുന്ന ഒരു ചെയർപേഴ്സണും ഒക്കെയുള്ള ഒരു നഗരസഭ കൃത്യമായി അടുക്കും ചിട്ടയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ 4.25 വർഷവും സാധാരണക്കാരായ ജനങ്ങളുടെ കൂടെ നാട്ടുകാരുടെ കൂടെ തിരൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനും എല്ലാ കാര്യത്തിനും ഒരുപടി മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ജനം വിലയിരുത്തുന്നു, സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ചർച്ച നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന ചിന്തയോടെയാണ് ഇപ്പോഴത്തെ സമരാഭാസങ്ങൾ നടത്തുന്നത്. അത് തീർത്തും പരാജയപ്പെട്ടു. ജനങ്ങൾ തന്നെ കൈയൊഴിഞ്ഞു എന്നുള്ളതിന് വിജയമാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇന്ന് 1 മണിക്കൂർ കൊണ്ട് തന്നെ സമരം അവസാനിപ്പിച്ചത്. അതേസമയം സമരത്തിനിടയിൽ UDF അനുകൂല ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം പ്രതിഷേധാർഹമാണെന്ന് KK സലാം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂർ.